ലോക്ക്ഡൌൺ കാലത്ത് ന്യൂസ് പേപ്പറുകൾ കൊണ്ട് വിവിധതരം കരകൗശല വസ്തുക്കൾ നിർമ്മിച്ച് താരമാവുകയാണ് എടക്കര വെള്ളാരംകുന്ന് പൂച്ചേങ്ങൽ വീട്ടിൽ കുഞ്ഞിമ്മ. വയസ്സ് 65 പിന്നിട്ടെങ്കിലും ഇവരുടെ കരവിരുതിന് പ്രായത്തിന്റെ അവശത ദൃശ്യമല്ല. പഴയ പേപ്പറുകളിൽ ആദ്യം പിറവി കൊണ്ടത് പാവക്കുട്ടിയെന്ന് ഉമ്മ ഓർത്തെടുത്തു. പേരക്കുട്ടികളും മരുമകളും തുണയായതോടെ വലിയ പുസ്തകപ്പെട്ടി, കിളിക്കൂട്, ജഗ്, കപ്പ്, ചെടിച്ചട്ടികൾ, ഫ്ലവർ വേസ്, ഫ്ലാസ്ക് തുടങ്ങി ഊഞ്ഞാലാടുന്ന പാവക്കുട്ടി വരെ നിരവധി വസ്തുക്കൾ രൂപം കൊണ്ടു. 30 വർഷം മുൻപ് ഭർത്താവ് മുഹമ്മദ് അലിയുടെ വിയോഗം ജീവിതം ദുരിതമയമാക്കി. പിന്നീട് മനസ്സിലെ നൊമ്പരത്തി അണയ്ക്കാൻ കടലാസ് കഷ്ണങ്ങൾ നിർമ്മാണ വസ്തുവാക്കി പുത്തൻ വസ്തുക്കൾക്ക് രൂപം നൽകി. പറക്കമുറ്റാത്ത മക്കളുടെ ഭാവിക്കായുള്ള തത്രപ്പാച്ചിലിനിടയിൽ പതിയെ അതും നിലച്ചു. ചെറുപ്പം മുതലേ ചെയ്യും, പിന്നെ മക്കളെ വളർത്തലല്ലേ പണി, പിന്നെ ഇതിനൊന്നും കൂടൂലല്ലോ. 4-5 മക്കളെ ഒറ്റക്ക് വളർത്തി, അതൊക്കെ തന്നെയുണ്ട് പിന്നത്തെ പണി. പിന്നെ ഈ അസുഖം വന്ന് മൂലക്ക് ഇരുന്നാല് ഇങ്ങനത്തെ ഓരോ പണിയെടുക്കും. സാധനങ്ങൾ നമ്മളെ ന്യൂസ് പേപ്പർ ഒന്ന്, രണ്ടാമത്തെ പെയിന്റ്, അത്രേ ഉള്ളു. പശ വേണം. കോവിഡ് കാലത്ത് പേരക്കുട്ടികളുടെ ആഗമനം കടലാസു കഷ്ണങ്ങളെ വീണ്ടും കയ്യിലെടുക്കാൻ പ്രേരിപ്പിക്കുകയായിരുന്നു. മരുമകൾ ഷബ്ന ഹസ്മി ഏറെ കരുതലോടെയും സ്നേഹത്തോടെയും പ്രോത്സാഹിപ്പിച്ചപ്പോൾ പാഴായ കടലാസിൽ പുതുപുത്തൻ വസ്തുക്കൾ പിറവിയെടുത്തു. പേപ്പർ, പശ, പെയിന്റ് തുടങ്ങി നിർമ്മാണ വസ്തുക്കൾ ഷബ്ന ഹസ്മിയും പേരമകൻ മിൻഹാജിയും എത്തിച്ചു നൽകും. വാർദ്ധക്യ സഹജമായ അസുഖം വേട്ടയാടിയിട്ടും സ്ഥിരോത്സാഹത്തോടെയുള്ള ഇത്തരം നിർമ്മാണ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നതുകൊണ്ട് ഉമ്മയുടെ അസുഖം നന്നേ കുറഞ്ഞെന്നും കുടുംബത്തിലെപ്പോഴും സന്തോഷമാണെന്നും മരുമകൾ ഷബ്ന ഹസ്മി പറഞ്ഞു. മക്കൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് ഉമ്മ അങ്ങനെ ചെയ്യണമെന്നുണ്ട്. ഉമ്മ അല്ലെങ്കിൽ ഇതൊന്നും ചെയ്യാതെ ഒന്നും ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഉമ്മയുടെ അസുഖം കൂടുതലാകല്ലോ. അപ്പൊ ഇങ്ങനെ ആകുമ്പോ ഉമ്മക്ക് കിടന്നാൽ കൂടി ഇതിനെ കുറിച്ച് ചിന്തയാണ്. അപ്പൊ അതിനെച്ചിട്ട് അടുത്ത പരിപാടി എന്താണ് എന്നുള്ളത്. അതുകൊണ്ട് എല്ലാവരും ഹാപ്പിയാണ്, മക്കളെല്ലാവരും ഹാപ്പിയാണ്. കഴിഞ്ഞ പ്രളയകാലത്ത് ആകെ ഉണ്ടായിരുന്ന വീട് നിലം പൊത്തി. വാടക വീട്ടിലാണ് ഇപ്പോൾ താമസം. മകൻ നൌഷാദിന്റെ കരുതലും സ്നേഹവും ആവോളമുണ്ടെന്നും ഉമ്മ പറയുന്നു. ഇത്രനാളും ഉണ്ടാക്കിയ വസ്തുക്കൾ പലർക്കും സമ്മാനമായാണ് നൽകിയത്. കോവിഡ് കാലത്ത് ദുരിതം എല്ലാവരിലും എന്ന പോലെ തങ്ങളെയും ബാധിച്ചു. വീട്ടിൽ നിർമ്മിച്ചു വെച്ച അവശേഷിക്കുന്ന കരകൗശല വസ്തുക്കൾ ആവശ്യക്കാർക്ക് കുറഞ്ഞ വിലയിൽ നൽകാനാണ് തീരുമാനമെന്നും അതുവഴി ലഭിക്കുന്ന ചെറിയ വരുമാനം പേരക്കുട്ടിയുടെ പഠനാവശ്യങ്ങൾക്കെങ്കിലും ഉപകരിക്കാലോ എന്നുമാണ് ഇപ്പോഴത്തെ തന്റെ ചിന്ത എന്നും ഇവർ പറയുന്നു. സോലെ ന്യൂസ് ബാങ്ക്, നിലമ്പൂർ.